എന്റെ പ്രസ്ഥാനമാണ് എനിക്ക് വലുത്. അപ്പോൾ അത് ഏത് വ്യക്തിയായാലും എന്റെ പ്രസ്ഥാനം ജയിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ എന്നും നിലകൊള്ളും, അത് ഏത് വ്യക്തികളായിരുന്നാലും. എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ ചാലക്കുടി പട്ടണത്തിന്റെ പല സ്ഥലങ്ങളിലും വലിയ ആവേശത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ ഈ വേറിട്ട കാഴ്ചകൾ തേടി പോയപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കള്ളുഷാപ്പ് റോഡിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ദമ്പതികൾ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വേറിട്ട കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കുമ്പോൾ അശ്വതിയും പ്രിൻസും ചേർന്നിട്ടാണ് ഇവിടെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അശ്വതി ആരാ പ്രിൻസ് ആരാ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അശ്വതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വാർഡ് 18 ആറാട്ടുകടവ് വാർഡിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ് നമ്മൾ ഈ കാണുന്ന അശ്വതി. അവളുടെ ഭർത്താവാണ് പ്രിൻസ്. ഇവർ ഇടതുപക്ഷക്കാരാണ്. അപ്പം ഞാൻ ഇത് മനസ്സിലാക്കുന്നത്, ഇവരിപ്പോൾ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് ബിജു എസ്റേത്തിൻ്റെയാണ്. ഇതിലെന്താ തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് ബിജു എസ്റേത്താണ് ഈ അശ്വതിയെ തോപ്പിക്കാനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയത്, രേഷ്മ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടന്നു, രേഷ്മ വിജയിക്കുകയും ചെയ്തു. 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഇതേ അഡ്വക്കേറ്റ് ബിജു എസ്റേത്തിന്റെ ചിത്രം പോസ്റ്റർ അശ്വതിയും പ്രിൻസും ചേർന്ന് വലിയ ആവേശത്തോടു കൂടി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന മതിലുകളിലൊക്കെ തന്നെ. അല്ല, നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോൾ എന്നെ തോപ്പിക്കാൻ ശ്രമിച്ച ആളുകളെ ഞാൻ പിന്നെ വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കുമോ? സ്വാഭാവികമായിട്ട് ചിന്ത അങ്ങനെയല്ല വരാം, അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷെ ഈ ദമ്പതികൾ ഒരു മാതൃകയായാണ്, വേറിട്ട കാഴ്ചയാവുകയാണ്. ഇതെങ്ങനെ ഇവർക്ക് ഇത് സാധിക്കുന്നു? അതാണ് നമ്മളിപ്പോൾ അറിയാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അശ്വതിയും പ്രിൻസും ഇവിടെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതെന്താണ് സംഭവങ്ങൾ, ഇതെങ്ങനെയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു ആവേശം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയ്ക്കും ഒരു ആവേശകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇവർ എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ. നമുക്ക് നേരെ ദമ്പതികളുടെ അടുത്തേക്കല്ല, അതിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ അഡ്വക്കേറ്റ് ബിജു എസ്റേത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നു? ഇതാണ് നമ്മുടെ ചോദ്യം. അശ്വതി പറയും, ഇതെങ്ങനെ സാധിക്കുന്നു? ശരിയാണ്, പറഞ്ഞതൊക്കെ ശരിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ നിന്ന് എനിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയ ആളാണ് അഡ്വക്കേറ്റ് ബിജു എസ്റേത്ത്. പക്ഷേ ഇപ്പോൾ ഈ MLA തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടിയിലേക്ക് പാർട്ടിയുടെ ആശയങ്ങളെ ഇഷ്ടപ്പെട്ടു വന്നുകൊണ്ട് നമ്മൾ അതെല്ലാം മാറ്റി നിർത്തുകയാണ്. തികഞ്ഞൊരു LDF പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ രണ്ടുപേരും അഡ്വക്കേറ്റ് ബിജു എസ്റേത്തിന് വേണ്ടി എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഞങ്ങൾ LDF പ്രവർത്തകരായിട്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തുണ്ട്. ഇപ്പോൾ ഈ പ്രചരണം ഉൾപ്പെടെയുള്ള എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ അതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സഹകരിക്കാൻ തയ്യാറാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ചെറുപ്പം തുടങ്ങി കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് ബിജു എസ്റേത്ത്. അപ്പോൾ അതിൻ്റെതായ ഒരു അടുപ്പവും കാര്യങ്ങളും നമ്മൾ തമ്മിലുണ്ട്. രാഷ്ട്രീയപരമായല്ല നമ്മളതിനെ കാണുന്നത്, വ്യക്തിപരമായിട്ടുള്ള പരാജയവും മറ്റു സംഗതികളല്ല ഇതിൽ നിലനിൽക്കുന്നത്. അതെ അതെ അതെ, പ്രസ്ഥാനം തന്നെയാണ് വലുത്. അതെ അതെ. നമ്മളത് ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പം മുതൽ ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ പാർട്ടിയിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മറന്നുകൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നത് ഞങ്ങൾ അറിയിക്കുന്നു. ഈ നമുക്കറിയാം, ഈ സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സീറ്റ് കിട്ടിയില്ല, ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല, ഞങ്ങളായിരുന്നു സീറ്റിന്റെ ഏറ്റവും അനുയോജ്യനായ വ്യക്തി എന്നൊക്കെ പറഞ്ഞ് സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുമ്പോൾ ഈ അശ്വതി പ്രിൻസ് ദമ്പതികൾ മാതൃകയാവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരുവിധ വിഷമം, ഞാൻ വീണ്ടും ആവർത്തിക്കാൻ കാരണം, ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴുള്ള അവസ്ഥ, അതേ പരാജയപ്പെടുത്തിയ ആൾക്ക് വേണ്ടിയിട്ട് വീണ്ടും തൊട്ടടുത്ത 1 മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ രംഗത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. ശരിയാണ്, രാഷ്ട്രീയത്തിൽ ജയം തോൽവിയൊക്കെ ഉണ്ടാവും, അത് അതിൻ്റെതായ ഒരു സ്ക്രിപ്റ്റോടുകൂടി നമ്മൾ എടുക്കുന്നു. പക്ഷേ ഇത് നമ്മുടെ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നുകൊണ്ട് നമ്മൾ തികച്ചും അതിനെ നമ്മുടെ പാർട്ടിയുടെ ഒരു കാര്യമായി എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെ വിജയിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ വേറൊന്നും തന്നെ നോക്കുന്നില്ല. നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ബിജു എസ്റേത്തിനെ വിജയിപ്പിക്കുന്ന ഒരു ഉദ്യമമായി നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ ആശയങ്ങളെ ഇഷ്ടമായിക്കൊണ്ട് തന്നെ അദ്ദേഹം വന്നപ്പോൾ അത് ഇരു കൈ നീട്ടി ഞങ്ങൾ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി അഹോരാത്രം ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുന്നു.